ഹേ ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാനിങ് ഇല്ലാത്ത ഒരു വ്ളോഗാണ്. എന്ത് ചെയ്യണമെന്ന് ശരിക്കും ഒരു പ്ലാനിങ് ഇല്ല. എന്തായാലും നമുക്ക് എന്താ പറയുക, യാത്ര പുറപ്പെടാം അല്ലേ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നത് തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വാ നമുക്ക് വീഡിയോ കുഴപ്പം പ്ലും. പൊതുവേ ഇവിടുത്തെ ബോയ്സ് എല്ലാം ഒരുപാട് ടെൻഷൻ അടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒത്തിരി ഡിപ്രഷൻ ആകുമ്പം ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടാകുമ്പം മിക്ക ആൾക്കാരും പോകുന്ന സ്ഥലമുണ്ട്. അവിടെ ഒരു ഫിലിമിൻ്റെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട്. മാളികപ്പുറം എന്നാണ് ആ സിനിമയുടെ പേര്. ഉണ്ണിയും മുന്നനൊക്കെ ദിവസങ്ങളോളം അവിടെ ചിലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലത്തോട്ട് നിങ്ങൾ ഇന്ന് കൂട്ടിക്കൊണ്ടുവന്നിരിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇറങ്ങുമ്പോൾ യാതൊരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് എനിക്ക് ഇങ്ങനൊരു തോട്ട് മൈൻഡിൽ വന്നത്. കാരണം നമ്മളവിടെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണ്. കാരണം അവിടെ എന്ന് പറയുന്നത് എപ്പോൾ പോയാലും നമുക്ക് വളരെ ചില്ലായിട്ട് വളരെ കൂളായിട്ട് തിരിച്ചു വരാൻ പറ്റും, എത്ര ടെൻഷൻ കൊണ്ട് പോയാലും. അപ്പോൾ അവിടേക്ക് നിങ്ങളെ കൂടെ കൊണ്ടുപോകാൻ ഓർത്തു. ഈ ഒരു കട നിങ്ങൾ ചിലപ്പോൾ എൻ്റെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും, ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതൊരു അമ്മച്ചി നടത്തുന്ന വീട്ടിലൂണാണ്. അവർ ഫാമിലി മൊത്തത്തിൽ, അമ്മച്ചിയും അപ്പച്ചനും മകളും എല്ലാവരും കൂടെ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ മിക്കപ്പോഴും ഫുഡ് കഴിക്കാറ്. വീട്ടിലുണ്ടാക്കാത്ത സമയങ്ങളിൽ അല്ലെങ്കിൽ വല്ല അസുഖമായിട്ടുള്ള ടൈമിലൊക്കെ അവിടെ നിന്നാണ് നമ്മൾ കഴിക്കാറ്. നല്ല കിടിലം ഫുഡാണ്. അപ്പോൾ ആ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ മാളികപ്പുറം ഷൂട്ട് ചെയ്ത സ്ഥലത്തോട്ട് പോവാണ്. ഞാനും ഫ്രണ്ട്സുമായിട്ട് ഒരുപാട് ടൈം അവിടെ പോയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പോകുന്നൊരു സ്ഥലമാണ്. കാരണം നമുക്ക് അവിടെ പോകുമ്പോൾ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജിയാണ്. എന്താണെന്നറിയില്ല, അവിടെ പോകുമ്പം അങ്ങനെ ഒരു എനർജിയാണ്. അവിടെ വന്നിട്ടുള്ളവരും അത് തന്നെയാണ് പറയുന്നത്. റാന്നിയിൽ നിന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ ഉണ്ടാവും. കുറച്ച് ഉള്ളോട്ട് മാറിയിട്ടാണ് ഈ ഒരു സ്ഥലം. സോ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇതാണ് അങ്ങോട്ടേക്ക് പോകുന്ന കറക്റ്റായിട്ടുള്ള റൂട്ട്. നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിച്ചിപ്പുഴ ആ ഭാഗത്തും ഈ ഭാഗത്തൊക്കെ ആയിട്ടാണ് ആ ഒരു മൂവി ഷൂട്ട് ചെയ്ത് തീർത്തത്, മാളികപ്പുറം. അപ്പോൾ ഉണ്ണിമൂന്തനൊക്കെ ദിവസങ്ങളോളം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു ഉണ്ണിമൂന്തനെ. അപ്പോൾ ആ ഒരു സ്ഥലം, പ്രത്യേകിച്ച് ആ ഒരു സ്ഥലം കാണുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. അതും കാണിച്ചു തരാം. ഉണ്ണിമൂന്തൻ നിന്ന സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. ആ പിള്ളേർ അയ്യപ്പ എന്ന് വിളിക്കുന്നൊരു സ്ഥലമുണ്ട്. സോ ആ ഒരു പ്ലേസൊക്കെ കാണിച്ചു തരാമെന്ന് ഓർത്തിട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഇന്നൊരു വലിയ ബിഗ്ഗായിട്ടുള്ള വ്ളോഗൊന്നുമല്ല, ഒരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ നമ്മളിപ്പം ഏകദേശം അതിൻ്റെ അടുത്ത് എത്താറായി. ഇതിപ്പോൾ നേരെ പോയ അടിച്ചിപ്പുഴയാണ്. ഇതിപ്പോൾ നമ്മൾ അടിച്ചിപ്പുഴ പോകാതെ നേരെ മുകളിലോട്ടാണ് പോകുന്നത്. മാളിപ്പുറം ഷൂട്ട് ചെയ്ത ആ ഒരു സ്ഥലത്തോട്ട്, ആ പനയൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലമില്ലേ, അവിടോട്ടാണ് നമ്മൾ പോകുന്നത്. സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഒരു പനയൊക്കെ നിൽക്കുന്ന സ്ഥലവും. അവർ ഒരു വലിയൊരു മലമുകളിൽ നിന്നൊരു കുഴി ഭാഗത്തോട്ട് നോക്കിയിട്ട് അയ്യപ്പ എന്ന് വിളിക്കുന്നൊരു സ്ഥലമുണ്ട്. ആ ഒരു സ്ഥലമൊക്കെയാണ് ഇവിടെയുള്ളത്. സോ അത് കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വീഡിയോയിൽ കാണാൻ തന്നെ നോക്കാം, എന്തൊരു ബ്യൂട്ടിയാണ്. ആകാശം താഴ്ന്ന് കയ്യിലെത്തുന്ന രീതിയിലിരിക്കുന്നു. സോ ഭയങ്കര ഭംഗിയാണിത്, വീഡിയോയിലാണെങ്കിലും അല്ലാതാണെങ്കിലും കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞങ്ങളീ പോയത് ഉച്ച സമയത്താണ്. ഉച്ച സമയത്തൊന്നും ഒരിക്കലും പോകാൻ പാടില്ല. പിന്നെ വീഡിയോയ്ക്ക് ക്ലിയർ വേണ്ടതുകൊണ്ട് നമ്മൾ ഉച്ചയ്ക്ക് പോയത്. കാരണം വൈകുന്നേരം പോയി കഴിഞ്ഞാൽ ഒരു മങ്ങലുണ്ടാവും, രാവിലെ പോയി കഴിഞ്ഞാൽ ഫുള്ള് മഞ്ഞായിരിക്കും. അതുകൊണ്ട് ഉച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ വീഡിയോ എടുക്കുന്ന ആൾക്കാർക്ക് അതൊരു ഗുണകരമാവും. കാരണം നല്ല ക്ലിയർ ആയിട്ട് കിട്ടത്തുള്ളൂ. അങ്ങനെ ഫൈനലി നമ്മൾ ആ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ മാളികപ്പുറം എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്തത്. ഇവിടെ നിന്നുകൊണ്ടാണ് ഈ ഒരു പാറലിൻ്റെ, ഞാൻ നിൽക്കുന്ന ഫ്രണ്ടിൽ പാറയിൽ നിന്നുകൊണ്ടാണ് പിള്ളേർ അയ്യപ്പ എന്ന് വിളിക്കുന്നത്. ഇതാണ് ആ സിനിമയിൽ കാണുന്ന ഒരു പന. ആ ഒരു പനയാണിത്. സിനിമയിൽ കാണുമ്പോൾ ഒത്തിരി വലുതായിട്ട് തോന്നും, പക്ഷേ വലിയ വലുപ്പമൊന്നുമില്ല. ഇവിടെ നിന്നുകൊണ്ട്, ഈ പാറയിൽ നിന്നുകൊണ്ട് പിള്ളേർ താഴേക്ക് നോക്കിയിട്ട് അയ്യപ്പ എന്ന് വിളിക്കുന്നത്. നേരെ കാണുന്നതാണ്, കാണാം, അവിടെ ശബരിമലയുണ്ട്. പിന്നെ നേരെ നിങ്ങളൊരു റോഡ് കാണുന്നുണ്ടാവും, അത് അടിച്ചിപ്പുഴ റൂട്ടാണ്. അടിച്ചിപ്പുഴ ആ ഭാഗത്തും കുറച്ച് ഈ മാളികപ്പുറത്തിൻ്റെ ഷൂട്ട് ചെയ്തായിരുന്നു. മെയിൻ പോർഷനൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് നമ്മളിപ്പം നിൽക്കുന്നിടത്തു നിന്നാണ്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വടകര, അതുപോലെ മലപ്പുറം, ഇവിടെ നിന്നൊക്കെ ട്രിവാൻഡ്രം, ഇവിടെ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് ഈ ഒരു മൂവിയുടെ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്നിട്ട് ഒത്തിരി വ്ളോഗ് എടുത്ത് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ നാട്ടിൽ തന്നെ ആയിട്ട് ഈ ഒരു സ്ഥലം നീ കാണിച്ച് തന്നില്ല എന്ന് വേണ്ട. മാത്രമല്ല അവരൊക്കെ കാണിച്ചിരിക്കുന്ന അടിച്ചിപ്പുഴയാണ്, ഈ ഒരു സ്ഥലമല്ല. ഇതാണ് കൃത്യമായിട്ടുള്ള സ്ഥലം. അവർ അയ്യപ്പ എന്ന് വിളിക്കുന്ന
അതിൻ്റെ ഏറ്റവും ക്രൂഷ്യൽ സ്റ്റേജിൽ അയ്യപ്പ എന്ന് വിളിക്കുന്ന ആ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജൊക്കെ ഷൂട്ട് ചെയ്തത് ഈ ഒരു സ്ഥലത്താണ്. സിനിമ കണ്ടവർക്ക് കറക്റ്റ് ഈ പാറയും ഈ പനയൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇന്നേക്ക് ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.